സഹകരണ സംഘങ്ങൾ എന്നാൽ ലോൺ എടുക്കാനുള്ള സ്ഥാപനങ്ങളല്ലെന്നും സമ്പാദ്യശീലം വരുത്താനുള്ള സ്ഥാപനമാണെന്നും മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. കാഞ്ഞങ്ങാട് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അമിതമായ പലിശയ്ക്ക് ബ്ലേഡ് ബാങ്കിനെ സമീപിക്കാതെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളിൽ ലോൺ എടുക്കാനുള്ളൊരു സൗകര്യമാണ്. അതേ അവസരത്തിൽ നമുക്ക് ഒന്നും മിച്ചം കാണില്ല, മിച്ചമുണ്ടാക്കാൻ കഴിയും, മിച്ചമുണ്ടാവില്ല. അത് നമ്മൾ മിച്ചം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ വരുമാനത്തിന്റെ ഒരു വിഹിതം നമ്മുടെ ഭാവിക്ക് വേണ്ടി നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കണം. അത് വന്നാൽ വലിയ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ നമുക്ക് അതെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് നടപ്പാക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കിയോടത്തോളം സ്വാഗത പ്രസംഗത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയത് ഇത് ലോൺ കൊടുക്കാനും അതുപോലെ ഡെപ്പോസിറ്റ് ചെയ്യാനും എല്ലാമുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ കൂടി വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വിലവർധനമൊക്കെ ഉണ്ട്. അതിനെ നേരിടാൻ നിങ്ങൾക്ക് ചെറിയ രൂപത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ അതും നിങ്ങളുടെ കുടുംബത്തിനും ജനങ്ങൾക്ക് തന്നെയും അത് പ്രയോജനം ചെയ്യും. ജില്ലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മറ്റു സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ക്ഷേമത്തിനും സാമ്പത്തിക ഉന്നമനത്തിനും വേണ്ടി രൂപീകരിച്ച സഹകരണ സംഘമാണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വൈദ്യുതി ഗതാഗത വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് നിർവഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TK സുധാകരൻ അധ്യക്ഷനായിരുന്നു. KPCC എക്സിക്യൂട്ടീവ് അംഗം P ഗംഗാധരൻ നായർ, DCC പ്രസിഡന്റ് K വെളുത്തമ്പു, INTUC ദേശീയ സമിതി അംഗം MS റാവുത്തർ, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ, സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ R ശശികുമാർ, KSCB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P സുരേന്ദ്ര, സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ V രാജൻ, ഡിപ്പോ എഞ്ചിനീയർ V രമേശൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു.